അനുഭവിക്കുകയും ചെയ്യും. മത്തായി 10:41 പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. നീതിമാന്റെ പ്രതിഫലം ഇത് തന്നെയാണ്. ക്രിസ്ത്യനെ വിപ്ലവകാരിയായിട്ട് കാണുന്നവന് ആ പ്രതിഫലം. ലൗകികമായിട്ടുള്ള വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞാണ് ലോകത്ത്. ലൗകിക വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞു. സമ്പത്തിന്റെ പേരിലും ഉച്ചനീചത്വത്തിന്റെ പേരിലും ഒക്കെ ഒത്തിരി വിപ്ലവങ്ങൾ കഴിഞ്ഞില്ലേ. വിപ്ലവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ രാജ്യങ്ങളും മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും ഒക്കെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെവിടെ എത്തി മനുഷ്യരാശി? ഓരോരുത്തരും എത്തിയില്ല. എവിടെ എത്തി? വാള എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അത് പിന്നെ വാളാൽ തന്നെ അങ്ങനെ പോകത്തുള്ളൂ അല്ലേ. ഇപ്പൊ ഒരു കാലത്ത് ലെബനോൻ പിടിച്ചെടുത്തു. പിന്നെ ഇപ്പൊ ലെബനോൻ കയ്യിൽ നിന്ന് പോയി. വീണ്ടും പഴയതുപോലെയുള്ള അവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ വീണ്ടും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ഇങ്ങനെ അപ്പൊ എവിടെ എത്തി? അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. ശാരീരികമായിട്ടാണ് ഉദ്ദേശിച്ചത്. പാവത്തങ്ങൾ എപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറി വന്നാലും ഇഷ്ടങ്ങളൊക്കെ മാറുമ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തരും ഇപ്പൊ തന്നെ എല്ലാം പിടിച്ചു കിടക്കി എല്ലാം ഈക്വലായി പോകുന്നത് ഒരു ഈക്വലും ഉണ്ടാകത്തില്ല. പുതിയ മുതലാളിത്തമൊക്കെ സൃഷ്ടിക്കപ്പെടേണ്ടത്. മുതലാളിത്തത്തിന് ഇപ്പൊ നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും മാളോര് എന്നൊക്കെ പറയുമ്പോ വയലുകൾ. അപ്പൊ അത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഇന്നത്തെ വയലിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? വയല് ആർക്കും വേണ്ടാതെ കിടക്കുക. അതിന്റെ പേരിൽ എന്തുമാത്രം പേര് മരിച്ചു. പക്ഷെ വയലിപ്പോ ആർക്കും വേണ്ട. വയല് കയ്യിലുള്ളവർ പോലും പാവപ്പെട്ടവർ പോലും അത് നികർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും. അപ്പൊ ആ വിപ്ലവം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം? അപ്പോൾ ഈശോ പറഞ്ഞ കാരണം സത്യം ഇതാണ്, പാവത്തങ്ങൾ എപ്പോഴും എന്ത് വിപ്ലവം വന്നാലും പാവത്തങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ലോകത്തിന്റെ ഒരു ഗതിയാണത്. കഴിവില്ലാത്തവനും ബുദ്ധിമോശം കാണിക്കുന്നവനും കാലത്തിനൊപ്പം നീന്താൻ കഴിയാതിരുന്നവനും ചിലപ്പോൾ മടിയനായിട്ട് പിന്നീട്